യു.എസ്. തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി.സിയിൽ നാഷണൽ ഗാർഡ് അംഗങ്ങൾക്കു നേരെയുണ്ടായ വെടിവെപ്പിന് പിന്നാലെ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം സ്ഥിരമായി നിർത്തിവെക്കുവാൻ പദ്ധതിയിടുന്നതായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. വെടിവെപ്പിൽ ഒരു നാഷണൽ ഗാർഡ് അംഗം കൊല്ലപ്പെടുകയും മറ്റൊരംഗത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന് പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തി അഫ്ഗാൻ പൗരനാണെന്ന് കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ട്രംപ് നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭരണകൂടം നടപ്പിലാക്കാൻ പോകുന്ന ശക്തമായ കുടിയേറ്റവിരുദ്ധ നയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. യു.എസ്. പൗരന്മാരല്ലാത്തവർക്ക് നൽകുന്ന എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും അവസാനിപ്പിക്കും. സുരക്ഷാ ഭീഷണിയോ പാശ്ചാത്യ നാഗരികതയ്ക്ക് അനുയോജ്യമല്ലാത്തതോ ആയ ഏതൊരു വിദേശ പൗരനെയും നാടുകടത്തും. റിവേഴ്സ് മൈഗ്രേഷൻ മാത്രമാണ് ഈ സാഹചര്യത്തിൽ ശാശ്വത പരിഹാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിഡന്റിന്റെ പ്രസ്താവനകൾക്ക് പിന്നാലെ അഫ്ഗാൻ പൗരന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ ഇമിഗ്രേഷൻ അപേക്ഷകളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചതായി യു.എസ്. പൗരത്വ ഇമിഗ്രേഷൻ സർവീസ് ഡയറക്ടർ അറിയിച്ചു. കൂടാതെ 19 ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രീൻ കാർഡ് ഉടമകളെ കർശനമായി പുനഃപരിശോധിക്കുവാനും ട്രംപ് ഭരണകൂടം ഉത്തരവിറക്കിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളുടെ പട്ടികയിൽ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ദരിദ്ര രാജ്യങ്ങളെയാണ് മൂന്നാം ലോക രാജ്യങ്ങളായി UN ഉൾപ്പെടെ കണക്കാക്കുന്നത്. ഈ ഗണത്തിൽ ഇപ്പോഴുള്ളത് 44 രാജ്യങ്ങളാണ്. ഇതിൽ 32 ആഫ്രിക്കൻ രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമർ എന്നിവയുൾപ്പെടെ 8 ഏഷ്യൻ രാജ്യങ്ങളുമുണ്ട്. വികസ്വര രാജ്യവും ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയുമായ ഇന്ത്യ ആധുനിക നിർവചനങ്ങളിൽ മൂന്നാം ലോക രാജ്യമല്ല.